Hi all. Today I'm going to make Mysore Pak. First, I'm going to roast 1 cup of chickpea flour. And then, വീട്ടിൽ നെയ്യ് വാങ്ങിക്കാറില്ല. കാര്യം നമ്മുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. അപ്പോൾ ആ പശുവിന്റെ നെയ്യ്, അതായത് എന്താ ചെയ്യുന്നത്, പാല്, കവനത്തെ പാല് നന്നായി തിളപ്പിച്ച് അതിൻ്റെ ഓരോ പ്രാവശ്യം എടുക്കുന്നത് പാട മാറ്റി അതിനെ ഫ്രിഡ്ജിൽ വെച്ച് അത് കുറേ ആയി കഴിയുമ്പോൾ അതിനെ മിക്സിയിൽ അമ്മ ചെയ്യുന്നതാണ്. മിക്സിയിൽ ഈ ഒരു പാട മൊത്തം ഇതിനെ ഇട്ടിട്ട് നല്ല തണുത്ത വെള്ളം, ആ തണുത്ത വെള്ളത്തിൽ ഈ മിക്സി കുറച്ചായിട്ട് ഓൺ ചെയ്യും ഓഫ് ചെയ്യും. അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് നമുക്കൊരു നമ്മുടെ ആ ബട്ടർ ഫോമിൽ ആയിട്ട് മാറും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കണ്ട ഓർമ്മയാണ് കേട്ടോ. കുഞ്ഞിലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമാണ്, അതായത് 2005 സമയമൊക്കെ, 2005-2006 ആ ടൈമൊക്കെ സ്കൂളിൽ പഠിക്കുന്ന 2008, 2009, 2010 ആ സമയത്ത്. അപ്പോൾ ആ ടൈമിലൊക്കെ ഇത് ചെയ്യുമ്പോൾ ഇപ്പോഴും കാണാറുണ്ട്. വീട്ടിൽ വാങ്ങത്തില്ല നെയ്യ് എന്ത് ചെയ്യുന്ന വെച്ചാൽ എപ്പോഴും ഇത് ഉണ്ടാക്കിയെടുക്കാം. വീട്ടിൽ പശുവുണ്ട്, അപ്പോൾ നമുക്ക് പാല് അനുസരിച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അങ്ങനെ ഇരിക്കെ നല്ലൊരു ഓർമ്മയാണ്. അപ്പം ഇനി ബാക്കി പ്രോസസ് ഉണ്ട്. ഈ ബട്ടർ പോലെ ആയി മാറുന്ന ആ ഒരു ഇതിനെ അടി നല്ല കട്ടിയുള്ള ചീനിച്ചട്ടിയുണ്ട് വീട്ടിൽ. ആ വലിയ ചീനിച്ചട്ടിയിൽ ഈ ഇതിനെ വയ്ക്കും. എന്നിട്ട് ഉരുക്കും, കുറച്ച് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് മെൽറ്റായി വരും ഈ ബട്ടർ. ആ സമയത്തിൽ എന്ത് ചെയ്യുന്ന പറയോ, മുരിങ്ങയിലയും കൂടെ ഇട്ടേക്കും. മുരിങ്ങയില നല്ല രസമായിട്ട് ലാസ്റ്റ് ആ മുരിങ്ങയില എടുത്ത് കഴിക്കും. അപ്പോൾ മുരിങ്ങയിലയും കൂടെ ഇട്ട് നന്നായിട്ട് അത് മെൽറ്റ് ചെയ്യിപ്പിക്കും. ഞാൻ ചെയ്ത് വരുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ഗീ പതുക്കെ അതിൽ ഫോം ചെയ്ത് വരും. ഇത് നല്ല തണുത്തതിന് ശേഷം നല്ലൊരു ഗ്ലാസ് ജാറിനകത്ത് നിറച്ച് വരും. ആ ഗീ ആവശ്യത്തിന് ദോശ കഴിക്കാനോ എന്തിനാണോ ആവശ്യമായിട്ട് നമുക്ക് വരുന്നത് അതിന് യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ പണ്ട് നെയ്യ് ഉണ്ടാക്കിയിരുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതിനുശേഷം എനിക്കങ്ങനെ അത്രത്തോളം പാല് ഞാൻ വാങ്ങാറില്ല, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാറില്ല. പക്ഷെ കണ്ട ഓർമ്മ ഇപ്പോഴും ഉണ്ട് മനസ്സിൽ കേട്ടോ. എന്തെങ്കിലും പ്രോസസ്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. ഇത്രയാണ് എൻ്റെ മനസ്സിൽ നന്നായിട്ട് ഇപ്പോഴും ഓർക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഇരിക്കും. കുറേ നെയ്യ് ബോക്സിൽ കിട്ടുന്നതൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് ദേശി കൗ ഗീ എന്ന് പറയുന്ന ഇത് ഒരിക്കൽ ഞാൻ വാങ്ങി നോക്കി. അപ്പോൾ ഉണ്ടല്ലോ, പണ്ട് എനിക്ക് ആ വീട്ടിലുണ്ടാക്കിയ നെയ്യുടെ ആ മണവും ആ ഒരു ഫ്ലേവർ അതെല്ലാം ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തു. ഇത് നല്ലൊരു നെയ്യാട്ടോ, അതുകൊണ്ട് പറഞ്ഞുതരാൻ വന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഇതാണ് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഫ്ലവർ. അതിലേക്ക് ഞാൻ നന്നായിട്ട് നമ്മുടെ ഹീറ്റ് ചെയ്ത ഗീ നെയ്യെ ഒഴിച്ചു കൊടുക്കുവാണേ. ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് എനിക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ പോകുന്നത് 1 കപ്പ് ഷുഗറിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി രീതിയിൽ ആക്കി മാറ്റാം. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഷുഗർ സിറപ്പിലോട്ട് ഞാൻ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ചിക്പി ഫ്ലവറിന്റെയും പിന്നെ നമ്മുടെ ഗീയുടെ ആയിട്ടുള്ള കോമ്പിനേഷൻ ആ ഒരു കാര്യത്തിനെ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണേ. ഇപ്പോഴേ ഇതൊരു അടിപൊളി ഒരു കാരമൽ കൺസിസ്റ്റൻസി ആയിട്ട് മാറി. കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ തന്നെ, നോക്കിക്കേ. വാവ്. അപ്പോൾ നമ്മുടെ ഗീ മൈസൂർ പാക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു ട്രേയിലേക്ക് മാറ്റുക, തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഈ ട്രേ ഉണ്ടായിരുന്നു, ഈ ട്രേയിൽ നമുക്ക് ഫില്ല് ചെയ്തിട്ട് തണുക്കട്ടെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഗീ മൈസൂർ പാക്ക് ഈസ് റെഡി. കണ്ടോ യെമ്മി. ഞാൻ കഴിച്ചോട്ടെ. മൈസൂർ പാക്കിന്റെ അതേ ടേസ്റ്റ്. മൈസൂർ പാക്കാണല്ലോ ഉണ്ടാക്കിയത്, അതേ ടേസ്റ്റ് അല്ലേ. പക്ഷെ മധുരം കുറച്ചുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തോ. എനിക്ക് ഇത്രയും തന്നെ മതി. ഒരുപാട് മധുരം കഴിക്കാൻ നല്ലതല്ല, അതുകൊണ്ട് ഞാൻ ചിക്കൻ ഫ്ലവർ ആയതുകൊണ്ട് നല്ലതാണ്, ഹെൽത്തിയാണ്. പക്ഷെ ഷുഗറിന്റെ കാര്യത്തിൽ കുറയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.